നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു നിർത്തിയിടത്ത് നിന്ന് തുടങ്ങുകയാണ്. അതിനൊരു ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പറയാവുന്നത്, കഴിഞ്ഞ ആഴ്ചത്തെ അതിൻ്റെ തുടക്കം തന്നെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം നമ്മൾ പഠിക്കുന്ന അതിൻ്റെ 2-ാമത്തെ സെഷനിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ അവസാനം മുതൽ 3-ാം അധ്യായത്തിൽ പ്രസന്റേഷൻ ഓഫ് സൺ ഓഫ് ഗോഡ് ഇൻ ജൂഡയ, ദൈവപുത്രനെ യൂദയായിക്ക് വെളിപ്പെടുത്തുന്ന ആ ഭാഗം അതാണ് തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ 3 വാക്യങ്ങളാണ് പഠിച്ചത്. അവിടെ നിന്നാണ് ഇപ്പം നമ്മൾ തുടങ്ങുന്നത്. കഴിഞ്ഞ ക്ലാസ് നിർത്തിയത് ഈ ഒരു ചോദ്യത്തോടെയായിരുന്നു: എങ്ങനെയാണ് നിക്കോദേമോസ് ഈശോയുമായിട്ടുള്ള ഈ സംഭാഷണമെന്നോ സംവാദമെന്നോ പറയാവുന്ന ആ അവർ തമ്മിലുള്ള ആ കണ്ടുമുട്ടൽ, അതിനെ ശാരീരികമായി ഒരു കണ്ടുമുട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം, ബൗദ്ധികമായി ഒരു ഏറ്റുമുട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇതെങ്ങനെയാണ് തുടങ്ങിയത്? അപ്പോൾ എല്ലാ നല്ല പ്രസന്റേഴ്സിനെയും പോലെ നിക്കോദേമോസ് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, കഴിവുള്ള ഫരിസേയനാണ്. നമ്മുടെ ഒരു ചിന്താഗതി ശരിയാണ് എങ്കിൽ നിക്കോദേമോസിനെ ഫരീസേരെ അവരുടെ ഇടയിലെ ഒരു സമർത്ഥനെ ഈശോയെ വാക്കിൽ കുരുക്കുവാൻ വേണ്ടി അയച്ചതാണ്. ഇനി അതല്ല, നിക്കോദേമോസിൻ്റെ അതൊരു വ്യക്തിപരമായ അന്വേഷണമായിരുന്നു എങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ഭൗതികതയ്ക്ക് കുറവൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാ നല്ല സംവാദകരും സംഭാഷണം തുടങ്ങുന്നത് പോലെ അല്ലെങ്കിൽ സംവാദം തുടങ്ങുന്നത് പോലെ സുഖിപ്പിക്കുന്ന ഒരു സംസാരത്തിലൂടെയാണ് തുടങ്ങിയത്. അതിൽ തന്നെ ആ പറഞ്ഞ സംഗതികൾ ഏത് വിധത്തിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന രീതിയിലാണ് നിക്കോദേമോസ് പറഞ്ഞിരിക്കുന്നത്. അതിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. നിക്കോദേമോസിന്റെ വാക്കുകൾ മുഖസ്തുതി ആയിരുന്നോ അതോ ആത്മാർത്ഥതയുള്ള വർത്തമാനമായിരുന്നോ, സംസാരമായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ വിശാൽ ഖണ്ഡ് പറയുന്നതനുസരിച്ച് അങ്ങനെ ആകാൻ സാധ്യതയില്ല. നിഷ്കളങ്കമായിരിക്കാൻ വലിയ സാധ്യതയൊന്നുമില്ല. കാരണം Jesus has already identified him as one of those men in whom belief in him is not sincere faith but defective faith. ഈശോയിലുള്ള ഈ ഫരീസ്യരെ പോലെയുള്ള ആൾക്കാരുടെ വിശ്വാസം അന്യൂനമല്ല, അതിനകത്ത് തെറ്റുണ്ട്, അബദ്ധമുണ്ട് എന്ന് ഈശോയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിക്കോദേമോസ് ഉള്ളിൽ തട്ടിയല്ല ഇത് പറഞ്ഞത് എന്ന് വേണം കരുതാൻ. നിക്കോദേമോസ് പറഞ്ഞു വരുന്ന പോലെ നമുക്കറിയാം എന്നുള്ള ആ ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഈശോയും നിക്കോദേമോസും മാത്രമായിരുന്നില്ല അവിടെ. ഈശോയെയും നിക്കോദേമോസിനെയും കൂടാതെ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും ഉണ്ടായിരുന്നിരിക്കാം എന്ന് കരുതുന്നതിൽ തെറ്റില്ല. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് കിടക്കുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിന് മുമ്പുണ്ടായിരുന്ന ചർച്ചയ്ക്കൊക്കെ വലിയ സാങ്കത്യമുള്ള ഭാഗത്തേക്കാണ് കിടക്കുന്നത്. യോഹന്നാൻ 3:3. ജീസസ് ആൻസേർഡ്, "In all truth I tell you, no one can see the kingdom of God without being born from above." അപ്പോൾ അതില് ബീയിങ് ബോൺ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ ബിഗോട്ടൻ എന്ന വാക്ക്, അത് മോണോജെനസ് എന്ന വാക്കാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മോണോജെനസ് ദൈവശാസ്ത്രത്തിൽ വലിയ സാങ്കത്യമുള്ള വേർഡാണ്, വലിയ അർത്ഥ വിശാലതയുള്ളൊരു വാക്കാണ്. അതിനൊരു ചെറിയ 1-2 സംഗതികളൊന്ന് കണ്ടുപോകാം നമുക്ക്. മോണോജെനസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? അതിന് 2 പ്രധാനപ്പെട്ട ഡെഫിനിഷനാണുള്ളത്. ഒന്നാമത്തെ ഡെഫിനിഷൻ എന്താ വെച്ചാൽ, അത് മാത്രമായിട്ടിരിക്കുന്ന ഒരു വസ്തു, only one of its kind within a specific relationship, യുണീക്ക് ആയിരിക്കുന്ന ഒരു സംഗതി, അതിനെ മോണോജെനസ് എന്ന് പറയാം. മറ്റൊന്ന്, ഒന്നാമത്തേത് ഓൺലി വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് വിതിൻ എ സ്പെസിഫിക് റിലേഷൻഷിപ്പ്, അങ്ങോട്ട് മാറിപ്പോയതാണ്. വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ എ സ്പെസിഫിക് റിലേഷൻഷിപ്പ്, അതുപോലെ മാത്രമായിരിക്കുന്ന ഒരു ബന്ധം. മറ്റൊന്ന്, അത് മാത്രമായിരിക്കുന്ന അവസ്ഥ. ഒന്ന് റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒന്ന് എൻറ്റിറ്റിയെ കുറിച്ചുമാണ് പറയുന്നത്. റിലേഷൻഷിപ്പിന്റെ മാറ്റം എന്തെന്ന് കുറച്ച് എക്സാമ്പിൾസ് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ 2-3 എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ ഈ മോണോജെനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് എ കൈൻഡ്, വൺ ആൻഡ് ഓൺലി, യുണീക്ക്നെസ്സിനെയാണ് കാണിക്കുന്നത് സാധാരണഗതിയിൽ. എന്നാൽ മറ്റേ അർത്ഥമില്ല എന്നല്ല.
മോണോജനസ് നൗൺ ആയിട്ടും വെർബായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ അതിനൊക്കെ എക്സാമ്പിൾസ് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ നമ്മൾ പോകേണ്ട കാര്യമില്ല. നൗൺ ആയിട്ടും കാണുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അത് 6 പ്രാവശ്യം എങ്ങാണ്ട്, കൂടുതലും അഡ്ജക്റ്റീവ്സ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 3 പ്രാവശ്യം ഏറ്റവും നൗൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് പെട്ടെന്ന് കാണാം. ഹെബ്രായരുടെ ലേഖനത്തിൽ ഇസഹാക്കിൻ്റെയും ഇഷ്മായിലിൻ്റെയും ഒക്കെ കാര്യം പറയുന്ന അബ്രാഹമുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് 11-ാം അധ്യായം 17-19 പറയുന്നു, However, Isaac was not the only begotten son of Abraham. ജനനം നൽകിയതിൽ ഒന്ന് മാത്രമല്ല, ഐസക് മാത്രമല്ല, വേറെ മകനുണ്ട്. അബ്രഹാത്തിന്റെ തന്നെ മകനാണ് ഇഷ്മയേലും. But was the chosen, having special virtue. Thus, Isaac was the only legitimate son of Abraham. That is, Isaac was the only son of Abraham that God acknowledged as the legitimate son of the covenant. It does not mean that Isaac was not literally begotten of Abraham, for he indeed was, but that he alone was acknowledged as the son that God had promised. അപ്പോൾ ഇവിടെ ഈ റിലേഷൻഷിപ്പിനാണ് ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത്. അബ്രഹാമിന് 2 മക്കളുണ്ടായിരിക്കും, പക്ഷേ മോണോജനസ് എന്ന് പറയുന്നത് ഐസക്കിനെ മാത്രമാണ്. വിത്ത് റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഇവിടെ വേറൊരു ചെറിയൊരു സംഗതി ഇങ്ങനെയുണ്ട്. നമ്മളിപ്പോൾ ഈ നെസ്തോറിസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കോസ്മോളജി ഓഫ് പ്ലേറ്റോ ഒക്കെ. The term is notable outside normal Greek usage in 2 special areas. സാധാരണ ഗ്രീക്കുകാർ ഉപയോഗിക്കുന്ന അർത്ഥമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിന് പുറത്ത് മോണോജനസ് വളരെ അധികമായിട്ട് ഉപയോഗിക്കുന്ന 2 മേഖലകൾ. ഒന്ന്, പ്ലേറ്റോയുടെ കോസ്മോളജി പഠിക്കുമ്പോൾ. രണ്ടാമത്തേത് യോഹന്നാന്റെ സുവിശേഷത്തിൽ. അപ്പോൾ അതാണ് ഇവിടുത്തെ വലിയ സാങ്കത്യം. ഈ മോണോജനസിന്റെ വലിയ സാങ്കത്യം ഗ്രീക്ക് ഭാഷാ പ്രയോഗത്തിനപ്പുറം നോക്കിയാൽ, സാധാരണ ഭാഷാ പ്രയോഗത്തിനപ്പുറം നോക്കിയാൽ പ്ലേറ്റോയെക്കുറിച്ച് പഠിക്കുന്നതിനും യോഹന്നാന്റെ സുവിശേഷം പഠിക്കുന്നതിനും മോണോജനസിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. ഗ്രീക്ക് ഭാഷയിലുള്ള പുതിയ ഗ്രന്ഥ ഉപയോഗത്തിൽ 9 യൂസുകളാണ് മോണോജനസിനുള്ളത്. 6 നേരത്തെ പറഞ്ഞ അഡ്ജക്റ്റീവിയലാണ്, 3 നൗൺ ആണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലാസ്സിന് ശേഷം നമുക്ക് നോക്കാം. ഇനി വിശുദ്ധഗ്രന്ഥത്തിൽ മാത്രമല്ല, മറ്റ് ജൂയിഷ് യൂസുകളിലും, ഉദാഹരണമായിട്ട് യോസഫസിന്റെ റൈറ്റിങ്ങുകളിലുമൊക്കെ മോണോജനസ് ഉപയോഗിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ പാത്രിസ്റ്റിക് റൈറ്റിങ്ങുകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഈ 2 അർത്ഥത്തിലാണ് താനും. അപ്പോൾ മോണോജനസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പോൾ ക്രിസ്തുവിനെ എങ്ങനെയാണ് യോഹന്നാൻ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളത്, ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന അതേ രീതിയിൽ ക്രിസ്തുവിലൂടെ മറ്റുള്ളവർ എങ്ങനെ ഈ മോണോജനസ്നെസ്സിലേക്ക് കടന്നു ചെല്ലുന്നു എന്നുള്ളത്, ഇതൊരു വലിയ റെവലേഷനാണ് ജോണിന്റെ. നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞതിനെ കുറിച്ച് കൂടുതലായിട്ട് പിന്നെയും പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് കാണാം. ഇത് നമ്മൾ നേരത്തെ കണ്ട ഒരു സംഗതിയാണ്. Where did you notice the double use of amen in an earlier verse? വേറെ എവിടെയാണ് നമ്മൾ ആമേൻ 2 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നത്? നമുക്ക് നല്ല ഓർമ്മയുണ്ട്. നഥാനിയേലിനെ ഈശോ കണ്ട സമയത്ത് ആമേൻ ആമേൻ എന്ന് പറയുന്നുണ്ട്. ഇവിടെയും വീണ്ടും ഈശോ അത് ഉപയോഗിക്കുക. ഈ ഡബിൾ യൂസ് ഇനിയും വരുന്നുണ്ട് മറ്റു വാക്കുകളുടെയൊക്കെ അർത്ഥത്തിൽ, മറ്റു വാക്കുകളുടെയൊക്കെ ഉപയോഗത്തിലും വരുന്നുണ്ട് 1-2 എണ്ണത്തിൽ. ആമേൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇംഗ്ലീഷിൽ വളരെ ഈസിയാണ് നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ ആയിരിക്കുന്നു, സത്യമായി ഞാൻ വിശ്വസിക്കുന്നു, അതാണ് സത്യം എന്നൊക്കെയാണ്. പക്ഷേ ആ അർത്ഥമേ അല്ല ഹെബ്രായയിൽ. നമുക്കറിയാം വവൽസ് ഇല്ല. അമൻ എന്ന് പറഞ്ഞാൽ അതൊരു അക്രോസ്റ്റിക് ഫോർമേഷൻ ആണ്. അതായത് പല വാക്കുകൾ കൂട്ടിച്ചേർത്ത് എടുത്തിരിക്കുന്ന ഇതാണ്. തനാഖ് എന്ന് നമ്മൾ പറയുന്നത് പോലെ, എന്താണ് പഞ്ചഗ്രന്ഥിക്ക് അതുപോലെ. അപ്പോൾ ആദ്യത്തെ ലെറ്റേഴ്സ്, 3 വാക്കുകളുടെ ആദ്യത്തെ ലെറ്റേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. എൽ മെലക് നെയ്മൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഗോഡ് ഈസ് എ ട്രസ്റ്റ്വർത്തി കിങ്. അപ്പൊ ദൈവനാമത്തിൽ ഞാനിത് പറയുന്നു എന്നൊക്കെ വേണം അതിന് അർത്ഥം പറയാൻ. അല്ലെങ്കിൽ വിശ്വസ്തനായ ദൈവത്തിന്റെ ആ വിശ്വസ്തതയെ സാക്ഷി നിർത്തി അങ്ങനെ ആയിരിക്കുന്നു എന്നൊക്കെയാണ്. അല്ലാതെ ചെറിയൊരു വാക്കല്ല ആമേൻ എന്ന് അവർ പറയുമ്പോൾ ഉള്ള അർത്ഥം. അപ്പൊ ആമേൻ ആമേൻ എന്ന് ഈശോ അവിടെ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഗോഡ് ഈസ് എ ട്രസ്റ്റ്വർത്തി കിങ് ആൻഡ് ഹിസ് നെയിം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്നത്. വിശുദ്ധഗ്രന്ഥത്തില് ആമേൻ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് സംഖ്യ 5-ാം അധ്യായം
22 വാക്യത്തിലാണ്. പിന്നെ ആമേൻ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ കാണുന്നത്. ആമേൻ എങ്ങനെയാണ് വിശ്രമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? സമൂഹത്തിന്റെ മറുപടി ആയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അതാണ് ആമേൻ എന്ന് പറയുക. ആ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ ആമേൻ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സങ്കീർത്തനം 89:53. അത് സത്യവേദ പുസ്തകത്തിൽ 52 വാക്യമാണ്. നമുക്കറിയാലോ, സങ്കീർത്തനത്തിന് ചില വാക്യങ്ങൾക്കും ചില അധ്യായങ്ങൾക്കും തന്നെ നമ്പറിങ്ങിന് മാറ്റമുണ്ട്. കർത്താവ് യഹോവ എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ, ആമേൻ ആമേൻ എന്ന അർത്ഥത്തിൽ അത് ജനം പറയുന്നതായിട്ട്. അതല്ലെങ്കിൽ ഒരു ഏറ്റുപറച്ചിൽ പോലെ, ഒരു ഡിക്ലമേഷൻ പോലെ, ആസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ നിയമാവർത്തനം 27 പറഞ്ഞിരിക്കുന്നത് പോലെ, ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ, ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അപ്പൊ ഇവിടെ എന്താണ് ഈ ആമേൻ എന്ന് പറഞ്ഞാൽ? സർവശക്തനും നീതി പ്രവർത്തിക്കുന്നതിനുമായ യഹോവയുടെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അതായത് ഏറ്റവും ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയെ വെച്ചുകൊണ്ട് നമ്മൾ അത് അംഗീകരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ ദൈവനാമത്തിൽ ശപഥം ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഉപയോഗത്തിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ് ദൈവത്തിന്റെ നാമത്തിൽ ശപഥം ചെയ്യുക. നമ്മളുടെ വാക്കിന് വിലയില്ലാതെ വരുമ്പോൾ ഒരു വലിയ വിലയുള്ള ഒരാളുടെ ഇത് പറഞ്ഞ് നമ്മൾ ശപഥം ചെയ്യുന്നതാണത്. To have the appreciation of the original meaning of this word, read Revelations 3:14. അവിടെ എന്താണ് ആമേൻ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് മനസ്സിലാകണമെങ്കിൽ വെളിപാടിന്റെ പുസ്തകം 3:14 വായിക്കണം. അപ്പം മനസ്സിലാകും ഈ ആമേൻ എന്നത് ഒരു വാക്കല്ല, ആമേൻ എന്നത് യഥാർത്ഥത്തിൽ ഒരു എൻറ്റിറ്റിയാണ്, ഒരു അസ്തിത്വമാണ് എന്നുള്ളത്. Here is the message of the Amen, the trustworthy, the true witness, the principle of God's creation. അപ്പൊ ആമേൻ എന്ന് പറയുന്നത് വിശ്രന്തത്തിൽ ഉപയോഗിക്കുമ്പോൾ അതൊരു ചെറിയൊരു പ്രതിവചന വാക്ക് മാത്രമല്ല. അത് ഈ ആമേൻ എന്ന് പ്രതിവചന വാക്കായതിന് കാരണം അതെന്തിനെയാണോ ചൂണ്ടിക്കാണിക്കുന്നത്, അഥവാ എന്താണോ വാക്കുകളിൽ കൂടി അത് കൊണ്ടുവന്നിരിക്കുന്നത്, അതിന്റെ മഹാമഹത്വത്തെ നമ്മൾ അംഗീകരിക്കുന്നതും കൂടെ കൊണ്ടാണ്. അപ്പോൾ ആമേൻ എന്ന് പറഞ്ഞെന്നാൽ ദ ആമേൻ എന്താണെന്നുള്ളതിന്റെ ഇത് നമുക്കറിയാലോ, കോണ്ടെക്സ്റ്റ് എന്താണ് ഡെഫിനിഷൻ ക്ലൂ ആണ്. അതായത് ഇവിടെ തന്നെ ഡെഫിനിഷൻ കിട്ടുകയാണ് ആമേൻ എന്നതിന്റെ ഈ കോണ്ടെക്സ്റ്റിൽ തന്നെ. ദ ട്രസ്റ്റ്വർത്തി, ദ ട്രൂ വിറ്റ്നസ്, ദ പ്രിൻസിപ്പിൾ ഓഫ് ഗോഡ്സ് ക്രിയേഷൻ. ഇതാണ് ദൈവം എന്ന് പറയുന്നത്. അതാണ് ആമേൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വലിയ ഒരു അർത്ഥം മനസ്സിലാക്കണം ആമേന്റെ. നിക്കോഡിമസ് ഈശോയെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടാണ് സംഭാഷണം തുടങ്ങുന്നത്. ഈശോ പക്ഷേ ആ പുകഴ്ത്തി പറയൽ അങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഈശോ അത് ആ പുകഴ്ചയിലൊന്നും വീണുപോയില്ല. എങ്ങനെയാണ് ഈശോ പ്രതികരിക്കുന്നത്? അതായത് നിക്കോദിമസ് ഈശോയെ കുറിച്ച് പറയുന്നത് ഈശോയുടെ യഥാർത്ഥ അസ്തിത്വത്തെ അംഗീകരിക്കുകയല്ല ചെയ്തത്. ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരു എന്നുള്ള നിലയിലാണ് അംഗീകരിക്കുന്നത്. അപ്പോ ഈ ദൈവത്തിൽ നിന്ന് വന്ന ഗുരു എന്ന് പറയണമെങ്കിൽ നീ ആദ്യം ദൈവം എന്ത് എന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് നിനക്ക് മനസ്സിലായോ, അഥവാ നിനക്ക് മനസ്സിലാകാതെയാണ് നീ പറയുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈശോ പറയുന്നത്, one cannot see the kingdom of God without being born from above or again. ഉന്നതത്തിൽ നിന്നോ അല്ലെങ്കിൽ വീണ്ടും ജനിക്കാതെയോ ഒരുവനും ദൈവരാജ്യം കണ്ടെത്തുന്നില്ല. ഇത് വലിയ യഥാർത്ഥത്തിൽ വലിയ ഒരു ആഴമേറിയ സംവാദം നടന്നുകൊണ്ടിരിക്കുക. നമ്മളതിന്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നിക്കോദേമോസ് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വരവല്ല ഈശോ ദൈവത്തിൽ നിന്നും വന്നിരിക്കുന്നത് എന്നാണ് ഈശോ പറയുന്നത്. അതായത് ദൈവം അംഗീകരിച്ചിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാര്, ദൈവം തെരഞ്ഞെടുത്ത ആയിരക്കണക്കിന് ആൾക്കാർ ഈശോയ്ക്ക് മുമ്പേ വന്നിട്ടുണ്ട്. അവരെല്ലാം കൃഷിത്തോട്ടത്തിലെ കൃഷിക്കാർ മാത്രമായിരുന്നു. പക്ഷെ തോട്ടത്തിന്റെ ഉടമയുടെ മകൻ വരുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഈശോ വന്നിരിക്കുന്നത് ഒരു യുണീക്ക് സെൻസ് ഓഫ് ഹാവിംഗ് ഡിസെൻഡഡ് ഫ്രം ഗോഡ്സ് പ്രസൻസ് ടു റേസ് മാൻ. ഇവിടെ മോണോജനസ് ആയിരിക്കുന്ന ഈശോ ഇവിടെ വന്നിരിക്കുന്നത് ഇതിനു മുമ്പ് കർത്താവ് യഹോവയെ അയച്ചിരിക്കുന്ന മറ്റു മനുഷ്യർ വന്നിരിക്കുന്നത് പോലെ അല്ല. ദൈവം തന്നെയായ ആമേനായിരിക്കുന്ന, മനുഷ്യരെ ദൈവവുമായിട്ട് വീണ്ടും അനുരഞ്ജനപ്പെടുത്തേണ്ട നിക്കോദേമോസിനെ പോലെയുള്ള മനുഷ്യരെ ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുത്തേണ്ട, ഉയർത്തേണ്ട ക്രിസ്തു ദൈവമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതവന് മനസ്സിലായിട്ടില്ല എന്നാണ് ഈശോ പറയുന്നത്. ഇനി നമ്മൾ
വീണ്ടും വാക്കുകളുടെ അർത്ഥത്തിലേക്ക് പോവുകയാണ്. ഉന്നതങ്ങളിൽ നിന്ന് എന്ന് ഈശോ പറഞ്ഞിരിക്കുന്നത് അനോഥൻ എന്നുള്ളൊരു വാക്കാണ്. ഈ അനോഥൻ എന്ന വാക്കിനും രണ്ടർത്ഥമുണ്ട്. രണ്ടർത്ഥമുള്ള കുറേ വാക്കുകൾ നമ്മൾ കാണാൻ പോവുകയാണ്, ഒന്നിനു പുറകെ ഒന്നായിട്ട്. അപ്പോൾ അതിന് ഒരർത്ഥം ഇങ്ങനെ പറയാം, ഉന്നതങ്ങളിൽ നിന്ന് എന്ന് പറയാം അനോഥൻ എന്നതിന്. അതേപോലെ തന്നെ പറയാം വീണ്ടും എന്ന് വേണേൽ പറയാം, പുനർജനിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഒരു വാക്കിന്റെ ഡബിൾ മീനിങ് ഉള്ള വാക്ക് ഉപയോഗിക്കുന്നത് ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ. നേരത്തെ 32, 33, 34 യോഹന്നാൻ മാന്താന ആത്മാവിനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയിരുന്നല്ലോ, നമുക്ക് മാമോദിസയുടെ സമയത്ത് നടക്കുന്ന ആ സംഭവം. അപ്പോൾ അവിടെ യോഹന്നാൻ ഗ്രീക്ക് ഭാഷയിൽ ന്യൂമ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഹെബ്രായിൽ വരുമ്പോൾ റുവ എന്നാവും. അപ്പോൾ ഈ ന്യൂമ എന്ന വാക്ക് അതിന് രണ്ടർത്ഥമുണ്ട്. ശരിക്കും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഒന്ന് കാറ്റ് എന്നുള്ള അർത്ഥം, നിശ്വാസം എന്നൊക്കെയുള്ള അർത്ഥം. മറ്റൊന്ന് സ്പിരിറ്റ്, ജീവൻ, ആത്മാവ് എന്നൊക്കെ പറയാവുന്ന അർത്ഥം. അപ്പോൾ ഹെബ്രായയില് റുവ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്, രണ്ടർത്ഥമുണ്ട്. അപ്പോൾ പ്രപഞ്ചത്തിന്റെ ആരംഭത്തിലുണ്ടായിരുന്ന ആ റെഫറൻസ്, റുവായെ കുറിച്ച് പറയുന്ന റെഫറൻസ്, ഒന്ന് ദൈവീകമായ ഒരു തെന്നൽ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ദൈവനിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം. ജലത്തിന് മേലെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ ന്യൂമ ആദി സൃഷ്ടിയുടെ സമയത്ത് കരയില്ലാതിരുന്ന ജലോപദ്രവത്തിന്മേൽ ചരിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവത്തിന്റെ നിശ്വാസം പോലെ ജോർദാൻ നദിയുടെ മേലെ ഈശോ മാമോസ സ്വീകരിക്കുന്ന സമയത്ത് ആത്മാവ് ചരിച്ചു. അതാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ന്യൂമ. ജീസസ് പ്രോബബ്ലി ഇന്റൻസ് ടു എംപ്ലോയ് a double meaning in this in the use of the word anothen in being born again as well as from above. അപ്പോൾ രണ്ടർത്ഥവും ഉദ്ദേശിക്കുന്നുണ്ടാവാം ഈശോ ഇവിടെ. മാമോദീസായിൽ സംഭവിക്കുന്ന പുനർജനനവും ഈ പുനർജനനത്തെ സാധ്യമാക്കുന്ന മുകളിൽ നിന്നുള്ള വരവും, ഇത് രണ്ടും ഈശോ അർത്ഥമാക്കുന്നുണ്ടാവും. ഇവിടെ ഈ സാഹചര്യ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു സംഗതി, ഈശോയും നിക്കോദേമൂസും തമ്മിൽ ഈ സമയത്ത് സംസാരിക്കുന്നത് ഗ്രീക്ക് ഭാഷയിലായിരിക്കാം എന്നുള്ളതാണ്. കാരണം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെയൊക്കെ ലക്ഷണം വെച്ചിട്ട് അങ്ങനെ ഗ്രീക്ക് ഭാഷയിലായിരിക്കണം. അപ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട്. പലരും കരുതുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിനെങ്ങനെ പറയാൻ കാരണം വെച്ചാൽ അരമായ ഭാഷയിൽ ശരിക്കും നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ഇന്റൻസിറ്റിയിൽ ഈ വാക്ക് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഗ്രീക്ക് ഭാഷയ്ക്ക് ഈ ഇന്റൻസിറ്റി കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവർ തമ്മിൽ അപ്പോൾ സംസാരിച്ചത് ഗ്രീക്ക് ഭാഷയിലാകാനാണ് സാധ്യത എന്ന് പറയുന്നത്. ഇപ്പൊ നിക്കോദേമോസ് നമുക്കറിയാം നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. ഗ്രീക്ക് ക്ലാസിക്കൽ ഏജ് അങ്ങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതായത് ഗ്രീക്ക് ഭാഷ അതിന്റെ പരമോന്നതിയിൽ നിൽക്കുന്ന സമയമാണ്, അഥവാ പരമോന്നതി കഴിഞ്ഞ തൊട്ട കാലഘട്ടം. ഉന്നത വിദ്യാഭ്യാസമുള്ളവരെ ഗ്രീക്ക് ഭാഷ അറിയാമെന്നുള്ളത് വലിയൊരു അഭിമാനമായിട്ട് കൊണ്ടു നടക്കുന്ന സമയം. ഒരു കുറെ കാലങ്ങൾക്കൊക്കെ മുമ്പ് നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് പറയാൻ അറിയാമായിരുന്നു, നന്നായിട്ട് ഇംഗ്ലീഷ് പറയാൻ അറിയാം എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമുള്ള കാര്യമായിരുന്നു ഒരു തലമുറയ്ക്കൊക്കെ മുമ്പ്. അതുപോലെയാണ് ആ കാലഘട്ടത്തിൽ യഹൂദരുടെ ഗ്രീക്ക് ഭാഷ അനായാസം കൈകാര്യം ചെയ്യാം എന്നുള്ളത്. അപ്പൊ യഥാർത്ഥത്തിൽ നിക്കോദേമസിന്റെ ഉദ്ദേശം ഈ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ഈ ആശാരി പിന്നെ ഗുരുവായിട്ട് മാറിയ ഈ ആശാരിയെ മര്യാദയ്ക്ക് നിർത്താം എന്ന് കരുതി സാങ്കേതിക പദങ്ങൾ വളരെയധികമുള്ള ഗ്രീക്ക് ഭാഷയിൽ സംഭാഷണം തുടങ്ങിയതാണ് നിക്കോദേമോസ്. അപ്പൊ തന്നെ ഈശോ ഒരു ബാക്ക് ഫുട്ടിലാകുമല്ലോ. പക്ഷെ പിടിച്ചതിനേക്കാളും വലുതായിരുന്നു പൊത്തിലിരുന്നതെന്ന് പറഞ്ഞതുപോലെ ഈശോ നിക്കോദേമോസിനെ തിരിച്ചു പഠിപ്പിക്കുന്നത് ഗ്രീക്ക് സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ രസകരമായ സംഗതി. നിക്കോദേമോസിന് തോന്നിയിട്ടുണ്ടാവും വേണ്ടായിരുന്നു, ഹെബ്രായ ഭാഷ തന്നെ മതിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവും. ഏതായാലും ഈശോ ഗ്രീക്ക് ഭാഷയിൽ നിക്കോദേമോസ് കൊണ്ടുവന്ന ആ സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള സംഭാഷണത്തിൽ ഗ്രീക്ക് ഭാഷയിൽ തന്നെ പ്രതിവചിച്ച് വളരെ ഉന്നതമായ ചിന്തകൾ കൊണ്ടുവരികയും അങ്ങനെ നിക്കോദേമോസ് എൻ്റെ ചിന്തയനുസരിച്ച് നിക്കോദേമോസ് പരിപൂർണമായും
ഈശോയിൽ കൺവിൻസ്ഡ് ആയി എന്നാണ് കരുതാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അനന്തര സംഭവങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് പറയുമ്പോൾ ഒരു ഹിൻസൈറ്റിൽ നോക്കുമ്പോൾ നിക്കോദേമോസ് കൺവിൻസ്ഡ് ആയി എന്ന് തന്നെ വേണം പറയാൻ. അടുത്ത വാക്യമാണ് 4-ാം വാക്യത്തിൽ നിക്കോദേമോസ് പറഞ്ഞു, ഒരിക്കൽ ജനിച്ചവന് അല്ലെങ്കിൽ പ്രായമായ ഒരു വൃദ്ധനായ ഒരുവന് എങ്ങനെ പിന്നെ ജനിക്കാൻ പറ്റും? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോജിക്കാണ് ചോദിക്കുന്നത്. അമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു പോയിട്ട് ജനിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിക്കോദേമോസിന് ഇത് മനസ്സിലാകാത്തത് കൊണ്ടാണോ, അതോ ഈ മനസ്സിലാകാത്ത രീതിയിൽ നടിച്ചുകൊണ്ട് ഈശോയെ അബദ്ധം പറയിക്കാനാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. നിക്കോദേമോസ് ഇത് എങ്ങനെയാണ് ഈ ഡബിൾ മീനിങ് ഉള്ളത്, ബോൺ അഗെയിൻ അല്ലെങ്കിൽ ബോൺ ഫ്രം എബവ് എന്നുള്ളതിനെ നിക്കോദേമോസ് എങ്ങനെയാണ് എടുത്തിരിക്കുന്നത്? നിക്കോദേമോസ് എടുത്തിരിക്കുന്ന പ്രഥമമായ അർത്ഥത്തിലാണ്, വീണ്ടും ജനിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ ഈശോ മറുപടി പറയുക, അടുത്ത വാക്യം, ഇൻ ഓൾ ട്രൂത്ത്. അപ്പൊ ഈ ബ്രാക്കറ്റിൽ ആ കാണുന്നതാണ്, അത് ലിറ്ററൽ ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഉണ്ടാകുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ ഓൾ ട്രൂത്ത് എന്ന് പറഞ്ഞെങ്കിലും ഈശോ അപ്പൊ പറഞ്ഞത് ഏമൻ ഏമൻ അങ്ങനെയാണ്, അതാണ് അർത്ഥമാക്കുന്നത്. ഐ ടെൽ യു നോ വൺ ക്യാൻ എൻറ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ് വിതൗട്ട് മോണോജനസ്. അങ്ങനെയാണ് ഈശോ പറഞ്ഞത്, വിതൗട്ട് ബീയിങ് ബോൺ. എങ്ങനെയാണ് മോണോജനസ് ആകുന്നത്? ത്രൂ വാട്ടർ ആൻഡ് ദ സ്പിരിറ്റ്. ജലത്തിലൂടെയും ആത്മാവിലൂടെയും വീണ്ടും ജനിക്കാതെ. അപ്പൊ ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും ജനിക്കുക എന്നുള്ളതല്ല, മോണോജനസ് ആണ്, യുണീക്ക് ആയിട്ടുള്ള ഒരു ജനനമാണ്, വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് ആണ്, ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതാണ്. അങ്ങനെ മോണോജനസ് ആയിട്ടുള്ള ഒരു ജനനം അതെങ്ങനെയാണ് സാധിക്കുക? ജലത്താലും പരിശുദ്ധാത്മാവിനാലും. കാരണം എന്താണ്? ഈ മോണോജനസ് ആയിട്ട് ജനിക്കാതെ മനുഷ്യനിൽ നിന്നും ജനിക്കുന്നതാണ് എങ്കിൽ, വാട്ട് ഈസ് ബോൺ ഓഫ് ഹ്യൂമൻ നേച്ചർ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഫ്ലഷ് എന്നുള്ളതാണ്, സാഴ്സ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ബോൺ ഓഫ് ഹ്യൂമൻ നേച്ചർ ഈസ് ഹ്യൂമൻ നേച്ചർ, വാട്ട് ഈസ് ബോൺ ഓഫ് ഫ്ലഷ് ഈസ് ഫ്ലഷ് എന്ന് പറയുന്ന പോലെ മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസം തന്നെയാണ്. വാട്ട് ഈസ് ബോൺ ഓഫ് ദ സ്പിരിറ്റ് ഈസ് സ്പിരിറ്റ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാണ്. നിങ്ങൾ വീണ്ടും ജനിക്കണം, നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ അതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾ ഉന്നതത്തിൽ നിന്നും വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈശോ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. ഇവിടെയാണ് ഗ്രീക്ക് ഭാഷയിൽ സംസാരിക്കാൻ വന്ന നിക്കോദേമോസ് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു പോയത്. കാരണം പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും ഒക്കെ തത്വശാസ്ത്രത്തെ അതിലംഘിക്കുന്ന വലിയ തത്വശാസ്ത്രമാണ് ഈശോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, നീയോ അതിന്റെ ശബ്ദം മാത്രം കേൾക്കുന്നു. അത് എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെ തന്നെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നവരുടെയും കാര്യം. അപ്പൊ ഇതൊന്നും കേൾക്കുമ്പോഴേക്കും 1-2 വാക്കുകൾ പറഞ്ഞ് ഈശോയെ സ്റ്റണ്ട് ആക്കാം എന്ന് കരുതി വന്ന നിക്കോദേമോസിന് സംഭവം പിടികിട്ടുന്നേയില്ല. നിക്കോദേമോസിനെ ഈശോയുടെ ഒരു രീതിയാണത്. ഈശോയെ ആരെങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോയുടെ ജീവിതകാലം മുഴുവൻ നമുക്കത് കാണാം. ഈശോയുടെ ജീവിതകാലത്ത്, ഭൂമിയിലെ ജീവിതകാലത്ത് അത് കാണാമെങ്കിൽ ഈ കാലത്തും അത് തീർച്ചയായും സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഈശോയെ മര്യാദ പഠിപ്പിക്കാൻ ചെന്നവരെ ആദ്യം മര്യാദ പഠിപ്പിച്ചതിന് ശേഷമാണ് അവൻ സുവിശേഷം പഠിപ്പിക്കുന്നത്. എന്നാൽ ഈശോയെ ഈശോ ആയി കണ്ടു ചെല്ലുന്നവരെ അവൻ വലിയ വിനയത്തോടു കൂടി തന്നെയാണ് സ്വീകരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയും കൂടിയാണിത്. ഈ പലപ്പോഴും നമുക്ക് വിനയത്തെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങളിലും നമുക്ക് കുറച്ച് തെറ്റിദ്ധാരണകൾ ഉണ്ടെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. കഴിവില്ലാത്തവനാണ് ഞാൻ എന്ന് കരുതി അല്ല സുവിശേഷം പ്രഘോഷിക്കേണ്ടത്. കഴിവുണ്ട്, ആ കഴിവുള്ളത് കൊണ്ട് മനസ്സിലായി, അതുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുന്നു എന്നുള്ള ഓറ തന്നെയാണ് കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിക്കോദേമോസിന് ഇത് മനസ്സിലാകുന്നില്ല എന്ന് ഇത്രയും പറഞ്ഞിട്ടും നിക്കോദേമോസിന് മനസ്സിലാകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈശോ, ശരി, നമുക്ക് അധ്യാപകരൊക്കെ നമുക്ക് ചെയ്യുന്നതാണല്ലോ, ഒരു കാര്യം ഒരു രീതിയിൽ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ അടുത്ത രീതിയിൽ പറയുക. അപ്പൊ ഈ രണ്ടാമത്തെ ഒരേ കാര്യം തന്നെ രണ്ടാമതൊരു രീതിയിൽ പറയണമെങ്കിൽ അത് ഒരു നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളുടെ കപ്പാസിറ്റിയെ സംബന്ധിച്ചൊരു ഇൻഡിക്കേഷനും കൂടിയാണ്. മറ്റൊരു വിധത്തിൽ കൂടെ പറയണം എന്നുണ്ടെങ്കിൽ അതിനർത്ഥം
ആദ്യം പറഞ്ഞ രീതിയിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ല എന്നാ. അപ്പൊ അത് ഒരു ഇന്റലക്ച്വലിനെ സംബന്ധിച്ചിടത്തോളം അവനെ മര്യാദ പഠിപ്പിക്കുന്നത് കൂടെ ആകാം. അപ്പൊ അതുകൊണ്ട് ഈശോ വേറൊരു ചെറിയ ഒരു വ്യത്യാസത്തോടെ പറയാം, ബോൺ ഫ്രം എബവ് ഇസ് ദ സെയിം ആസ് ബോൺ ഫ്രം വാട്ടർ ആൻഡ് സ്പിരിറ്റ്. മുകളിൽ നിന്ന് ജനിച്ചത് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആത്മാവിലും ജനത്തിലും ജനിക്കുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ്. അപ്പൊ ഇവിടെ ഒരു മെറ്റഫർ ആണല്ലോ, ഇത് മെറ്റഫർ ഉപയോഗിച്ചിരിക്കുകയാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഈ മെറ്റഫർ ഉപയോഗിക്കാൻ കാരണം ആത്മാവിനെ വിശുദ്ധീകരിക്കാനുള്ള കഴിവ്, പുതിയ നിയമത്തിൽ ആത്മാവിനെ വിശുദ്ധീകരിക്കാനുള്ള ആ കഴിവ്, അത് എസെക്കിയേൽ പ്രവചനങ്ങൾ 36, 25, 27 ഒരു ഇതാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മെറ്റഫറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. കാരണം ഈ മാമോദീസായിലെ ജലം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ ആത്മാവ് വിശുദ്ധീകരിക്കുന്നതാണ്. കാരണം എസെക്കിയേൽ പറഞ്ഞിരിക്കുന്നത്, ഐ ഷാൽ pour clean water over you and you will be cleansed. I shall cleanse you of all your filth and of all your foul idols. നിങ്ങളുടെ കളങ്കം ഞാൻ കഴുകിക്കളയും, നിങ്ങളുടെ ചെളി ഞാൻ കഴുകിക്കളയും. അതുകൂടാതെ നിങ്ങളിലുള്ള ദൈവസങ്കല്പങ്ങളെ, അബദ്ധ ദൈവസങ്കല്പങ്ങളെയും ഞാൻ കഴുകിക്കളയും എന്ന് പറയുന്നത്. ഇവിടെയാണ് പുനർജനനം. ഇതുവരെയും ദൈവസങ്കല്പങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, അബദ്ധ ദൈവസങ്കല്പങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതുവരെയും പുനർജനനം സംഭവിച്ചിട്ടില്ല. ഐ ഷാൽ ഗീവ് യു എ ന്യൂ ഹാർട്ട്. ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം ലഭിക്കും. മാത്രമല്ല, നിങ്ങളിൽ ഞാൻ ഒരു പുതിയ ആത്മാവിനെ നിവേശിപ്പിക്കും. ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ഈശോ പറഞ്ഞിരിക്കുന്ന ആത്മാവിന്റെ വിശദീകരണത്തിൽ കൂടെയാണ്. 2-3 ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് അത് ചോദിച്ചു പോകാവുന്നേ ഉള്ളൂ. ഇവിടെ വീണ്ടും ഒരു വേർഡ് റിപ്പീറ്റേഷൻ വരുന്നുണ്ട് 5-ാമത്തെ വാക്യത്തിൽ. ഇത് റിപ്പീറ്റ്, അതേതാണത് റിപ്പീറ്റ് വീണ്ടും ആമേൻ ആമേൻ. ദിസ് ഈസ് എ സെക്കൻഡ് ടൈം ഡ്യൂറിംഗ് ദിസ് പാസേജ് ദാറ്റ് ജീസസ് ഹാസ് യൂസ്ഡ് ദ ഡബിൾ ആമേൻ. വീണ്ടും ഈശോ ഉപയോഗിക്കാം. അപ്പൊ നമുക്കറിയാം എന്തോ വലിയ ആമേൻ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാലോ എന്താ വരാൻ പോകുന്നത് എന്നുള്ളത്. നേരത്തെ കണ്ടതാണത്. വലിയ സംഗതി കൊണ്ട് വരാൻ പോവുകയാണ്. ഇനി 6-ാം വാക്യത്തില് വാട്ട് 2 words ആർ ബീയിങ് കോൺട്രാസ്റ്റഡ്. 2 വാക്കുകളെ തമ്മിൽ കോൺട്രാസ്റ്റ് ചെയ്ത് കാണിപ്പിക്കുകയാണ്, വ്യത്യാസങ്ങൾ കാണിപ്പിക്കുകയാണ്. അത് ഫ്ലഷും സ്പിരിറ്റുമാണ്. നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ഫ്ലഷ് എന്നതിന് ഗ്രീക്ക് ഭാഷയിലെ സാക്സ് എന്നാ പറയുക, സ്പിരിറ്റ് എന്നുള്ളതിന് ന്യൂമ, ആത്മാവ് എന്ന് പറയാവുന്ന, അല്ലെങ്കിൽ എന്താണ് കാറ്റ്, തെന്നൽ എന്നൊക്കെ പറയാവുന്നത്. അത് ജോണും പോളും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പത്രോസിന്റെ ലേഖനങ്ങളിൽ he will often contrast these 2 words, but in John's gospel the contrast appears only here. ജോൺ ഒരിക്കലും ഉപയോഗിക്കുന്നുള്ളൂ, പോൾ ഇത് പല പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. അത് തമ്മിലുള്ള മാറ്റം നമ്മൾ അടുത്ത സ്ലൈഡിൽ കാണും. 2 സ്ലൈഡ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു കാണും. അപ്പൊ ഇവിടെ സിനോപ്റ്റിക് ഗോസ്പലില്, സമാന്തര സുവിശേഷങ്ങളില് സാർട്സ് അഥവാ മാംസം വേഴ്സസ് ന്യൂമ അല്ലെങ്കിൽ ആത്മാവ്, this contrast appears only in Jesus' prayer at Gethsemane. ഗത്സമീൻ പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ദുർബലം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് മാത്രമാണ് ഈ മാംസവും സാക്സും ആത്മാവും, അതായത് ന്യൂമായും തമ്മിലുള്ള ആ ബന്ധം ഈശോ പറയുന്നതായിട്ട് സമാന്തര സുവിശേഷങ്ങൾ ഒരിടത്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിൽ യോഹന്നാൻ 3:6, മത്തായി, മാർക്കോസ് 14:38 ഈ മാംസത്തിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്? ഇവിടെ മാംസം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് മനുഷ്യന്റെ ബലഹീനതകളാണ്, ഹ്യൂമൻ ഫ്രെയിൽറ്റി. പക്ഷെ ഇത് പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, സിൻഫുൾ നേച്ചർ എന്നുള്ളതല്ല. മനുഷ്യന് ആദിപാപത്തിന് ശേഷം തിന്മയിലേക്ക് ചായ്വുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ മനുഷ്യ പ്രകൃതം പരിപൂർണമായും പാപപങ്കിലമായിരിക്കുന്നില്ല. പാപം സ്വഭാവത്തിന് മാറ്റം സംഭവിച്ചിട്ടില്ല. മനുഷ്യ പ്രകൃതി പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതായിട്ടില്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പാപത്തിൽ നിന്ന് മാറി നിൽക്കാവുന്നത് തന്നെയാണ്. ഇനി ഇതുവരെയും മോണോജനസ്, ഇതുവരെയും നമ്മൾ കണ്ടിരിക്കുന്നത് ബിഗറ്റിംഗ്, ബോൺ എന്ന് പറയുമ്പോൾ മാംസത്തിൽ നിന്നും ഉണ്ടാകുന്ന മാംസം എന്ന അർത്ഥത്തിൽ മാത്രമാണ് ഇതുവരെയും നമുക്ക് മനസ്സിലായിരുന്നത്, ക്രിസ്തു വരുന്നത് വരെ. കാരണം മനുഷ്യന്റെ ബീജത്തിൽ നിന്നും മനുഷ്യ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു.
Man is begotten by the seed of a human father and becomes flesh when he is born in the kingdom of the world. ഒരു പിതാവിന്റെ ബീജത്തിൽ നിന്നും ജനിക്കുന്ന കുഞ്ഞ് അത് മാംസത്തിൽ നിന്നും വന്നിരിക്കുന്ന മാംസമാണ്. കാരണം ഈ ഭൂമിയിലേക്കാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. പക്ഷെ ഈശോ നിക്കോദേമോസിനോട് പറഞ്ഞത് എന്താണ്? സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഈ ജനനം പോരാ, ഇനിയും ജനിക്കണം. ആ ജനനം സംഭവിക്കുന്നത് എങ്ങനെയാണ്? വീണ്ടും ജനനം ഉണ്ടാകണം. ആ മോണോജനസ് ആയിട്ട് ജനിക്കേണ്ട ആ റിലേഷൻഷിപ്പ്, ആ യുണീക്ക് എക്സിസ്റ്റൻസ്, അതെങ്ങനെയാ സംഭവിക്കുക? യു ഹാവ് ടു ബി ബോൺ ഫ്രം എബവ്, മുകളിൽ നിന്നും ജനിക്കണം. ഭൂമിയിലെ ഭൗതിക ജീവിതം ഒരാൾക്ക് ലഭിക്കുന്നത് ഭൗതികനായ പിതാവിൽ നിന്നാണ് എങ്കിൽ, സ്വർഗീയ ജീവിതം, നിത്യജീവിതം ഒരാൾക്ക് ലഭിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവിൽ നിന്നുമാണ്. പക്ഷെ സ്വർഗസ്ഥനായ പിതാവിന് മോണോജനസ് ആയിട്ടുള്ള ഒരു ഒറ്റ പുത്രനേയുള്ളൂ, അത് പുത്രൻ തമ്പുരാനായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മോണോജനസ് ആകാൻ സാധിക്കുക? നമ്മൾ മോണോജനസ് എന്നുള്ളത് ക്രിസ്തുവിന്റെ മോണോജനസ് എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ മോണോജനസ് എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകും. എങ്ങനെയാണ് വീണ്ടും ജനിച്ച് നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യതകളെ കൊണ്ട് മാത്രമാണ് പിതാവിന്റെ പുത്രത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുക. ഇവിടെ വലിയൊരു ഹണ്ട് പറയുന്ന ഒരു ഞെട്ടിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ജോൺ 9 വാക്യത്തിൽ നൽകിയിരിക്കുന്നത്. നോ വൺ who is a child of God sins because God's seed remains in him. ദൈവത്തിന്റെ പിതൃത്വം ഒരുവനിൽ നിൽക്കുന്നതിനാൽ ദൈവ പൈതൽ പാപം ചെയ്യുന്നില്ല. അതിനെ നേരെ തിരിച്ചും പറയാം, പാപം ചെയ്യുന്നവൻ ദൈവ പൈതലാകുന്നില്ല. ദൈവ പൈതലിന് പാപം ചെയ്യാൻ സാധിക്കുകയില്ല. ദൈവത്തിന്റെ കാരണം അവനിൽ ദൈവത്തിന്റെ ചൈതന്യം, ദൈവത്തിന്റെ പിതൃത്വം നിൽക്കുന്നു. അതുകൊണ്ട് in the birth through water and the spirit, one who is begotten by God has God's seed or divine life force abiding in him. അപ്പോ ആത്മാവിലും ജലത്തിലും വീണ്ടെടുക്കപ്പെട്ടവൻ, പുനർജനിക്കപ്പെട്ടവൻ, അവൻ ദൈവത്താൽ പുനർജനിപ്പിക്കപ്പെട്ടവനാണ്. അവനിൽ ദൈവത്തിന്റെ ജീവ ചൈതന്യം അവനിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി മുതൽ ഈ ക്രിസ്തുവിന്റെ ഈ വെളിപ്പെടുത്തലിന് ശേഷം, ആ വെളിപ്പെടുത്തലിന്റെ വെളിപ്പെടുത്തൽ സംഭവമായി തീർന്ന കുരിശുമരണവും ഉദ്ധാനത്തിനും ശേഷം, ഇനി മുതൽ ദൈവവുമായിട്ടുള്ള ഉടമ്പടി ഒരുവൻ അബ്രഹാമിന്റെ ശാരീരിക സന്തതിയാണ് എന്ന നിലയിലല്ല. ആ അവസ്ഥ കഴിഞ്ഞുപോയി. പിന്നെയോ പരിശുദ്ധാത്മാവിനാൽ, ജീവൻ നൽകുന്ന ജലത്താൽ പുനർജനിക്കുന്നതിലൂടെ ദൈവത്തിന്റെ സന്താനമാകുന്നതിലൂടെയാണ്. ഇതുവരെ അബ്രാഹമുമായി ദൈവം ചെയ്തിരുന്ന ഉടമ്പടി അനുസരിച്ച് അബ്രഹാമിന്റെ മാംസത്തിൽ നിന്നും അബ്രഹാമിന്റെ രക്തത്തിൽ നിന്നും ജനിച്ച അബ്രഹാമിന്റെ ശാരീരികമായ സന്തതികൾ മാത്രമായിരുന്നു ദൈവവുമായിട്ടുള്ള ഉടമ്പടിയിൽ പങ്കാളികളായിരുന്നതേ എങ്കിൽ, ഇന്ന് ക്രിസ്തുവിന്റെ കുരിശുമരണവും അവന്റെ ഉദ്ധാനവും സംഭവിക്കുന്നതോടുകൂടെ പരിശുദ്ധാത്മാവിനാൽ, ജീവൻ നൽകുന്ന ജലത്താൽ, മാമോദീസായാൽ നമ്മളെല്ലാവരും പിതാവായ ദൈവത്തിന്റെ ദൈവ പൈതലുകൾ, പുത്രന്മാർ എന്ന് വിളിക്കപ്പെടാവുന്ന അവസ്ഥയിലേക്ക് മാറി. The imagery of begetting, regeneration, divine seed is in all the works attributed to St. John as well as in 1 Peter and Titus. ഈ 3 സങ്കേതങ്ങള്, ബിഗറ്റിംഗ് ജനിക്കപ്പെടുക, റീജനറേഷൻ പുനർജനനം, ഡിവൈൻ സീഡ് ദൈവിക പിതൃത്വം എന്നൊക്കെ പറയാവുന്നത് ജോണിൽ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. പോളിൽ വരുമ്പോൾ അതിനൊരു ചെറിയ ഒരു ചേഞ്ചാണ്, ഈ ഇമേജറി ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അത് ഇവിടെ അഡോപ്ഷൻ, ദൈവത്താൽ ദത്തെടുക്കപ്പെട്ടു എന്നുള്ള ആ സങ്കേതമാണ് പോൾ ഉപയോഗിക്കുന്നത്. അർത്ഥം ഇത് തന്നെയാണ്, ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം ഇത് തന്നെയാണ്. പരിശുദ്ധാത്മാവിനാൽ മാമോദീസായിലൂടെ ദത്തുപുത്ര സ്ഥാനം നമുക്ക് ലഭിച്ചു എന്ന് പോൾ പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ട അതേ അർത്ഥത്തിലാണ് പറയുന്നത്. ഇനി മറ്റൊരു ടെക്നിക്കലായിട്ട് പറയുമ്പോൾ ഈശോ മാമോദീസായെ, ക്രിസ്ത്യൻ മാമോദീസായെ കുറിച്ച് പറയുന്ന ആദ്യത്തെ റെഫറൻസ് ഇതാണ് യഥാർത്ഥത്തിൽ. അപ്പൊ നമ്മൾ ആ കണ്ട എക്സാമ്പിൾ പെട്ടെന്ന് കണ്ടുപോകാം. 1 പത്രോസ് 1:23.
For your new birth was not from any perishable seed, but from the imperishable seed, the living and enduring word of God. വിശദീകരണം തന്നെ ആവശ്യമില്ല. നിങ്ങളുടെ ജനനം നശിച്ചു പോകുന്ന ബീജത്തിൽ നിന്നായിരുന്നില്ല. നിങ്ങളുടെ ജനനം എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ് പത്രോസ്. അനശ്വരമായ പിതൃത്വത്തിൽ നിന്നുമായിരുന്നു. എന്നും ജീവിക്കുന്ന, എല്ലാ കാലവും നിലനിൽക്കുന്ന ദൈവവചനത്താൽ തന്നെ. ടൈറ്റസിനോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അതിൻ്റെ മലയാളം കൂടെ എടുത്തിട്ടുണ്ട്, പെട്ടെന്ന് നമുക്ക് ട്രാൻസ്ലേഷൻ ആവശ്യമില്ല, പെട്ടെന്ന് വായിച്ചു പോകാം. അതിൽ ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാക്കുകൾ വേണം നിങ്ങൾ നോക്കിക്കൊള്ളുക. അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവർത്തികളല്ല തൻ്റെ കരുണ പ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ ഈ വചനം വിശ്വാസയോഗ്യം. ആ മേലെ എഴുതിയിരിക്കുന്നതിന്റെ ട്രാൻസ്ലേഷൻ തന്നെയാണത്. ജസ്റ്റിഫൈഡ് ബൈ ദിസ് ഗ്രേസ്, ജസ്റ്റിഫൈഡ് ബൈ ദിസ് ഗ്രേസ്. നീതീകരണ വരപ്രസാദം. ഈ വരപ്രസാദത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. അത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, നമുക്ക് വിശദീകരിക്കാം. ഇനി അടുത്ത ചോദ്യം, യോഹന്നാൻ മാന്താനയുടെ ഏത് പ്രവചനമാണ് പുനർജനനത്തെക്കുറിച്ച് ഉള്ള ഈ സംഗതികളെ ഉറപ്പിക്കുന്നത്, അഥവാ അതിന് അടിസ്ഥാനമാക്കാവുന്ന എന്ത് പ്രവചനമാണ് യോഹന്നാൻ മാന്താന നൽകിയിരിക്കുന്നത്? യോഹന്നാൻ മാന്താനയുടെ പ്രവചനമാണ് 1:33. But he who sent me to baptize with water said to me, the man on whom you see the Spirit come down and rest is the one who is to baptize with the Holy Spirit. എനിക്ക് ഒരു കർത്താവിൽ നിന്ന് മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവൻ എന്നെ മാമോദിസ നടത്താനായിട്ട് അയച്ച സമയത്ത് പറഞ്ഞു, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് മുകളിൽ നിന്നും ആവസിക്കുന്നുവോ, മുകളിൽ നിന്നും ആരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നിറങ്ങുന്നു, അവൻ, the man whom you see the Spirit come down and rest is the one who is to baptize with the Holy Spirit. അവനാണ് പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ ജ്ഞാനസ്നാനപ്പെടുത്തേണ്ടത്. ഞാനോ വെള്ളത്താൽ നിങ്ങളെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു. എന്നാൽ ഞാൻ വെള്ളത്താൽ ജ്ഞാനസ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ജ്ഞാനം സ്വീകരിക്കുന്ന ഒരുവന്റെ മേൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് മുകളിൽ നിന്ന് വരും. അത് ആരുടെ മേൽ ആവസിക്കുന്നു അവനാണ് നിങ്ങളെ പിന്നെ ആത്മാവിനാൽ സ്നാനപ്പെടുത്തേണ്ടത് എന്ന് യോഹന്നാൻ പറഞ്ഞ ആ പ്രവചനം അതെങ്ങനെയാണ് പൂർത്തിയായത്? നമ്മുടെ ആദ്യത്തെ ജനനം നമ്മുടെ പർദീസായിലെ മാതാപിതാക്കളായ ആദത്തിൽ നിന്നും ഔവയിൽ നിന്നും വന്നുവെങ്കിൽ നമ്മുടെ പുനർജനനം അത് എവിടെ നിന്നുമാണ് വരുന്നത്? ആദ്യത്തെ ജനനം ആദത്തിൽ നിന്നും ആദത്തിന്റെ ഭാര്യയായ ഔവയിൽ നിന്നുമാണ് വന്നത് എങ്കിൽ രണ്ടാമത്തെ ജനനം ദൈവത്തിൽ നിന്നും കർത്താവിൽ നിന്നും കർത്താവിന്റെ മണവാട്ടിയായ സഭയിൽ നിന്നുമാണ്. അതാണ് കൂദാശയായ മാമോദീസായുടെ സാങ്കത്യം. ആരാണ് കൂദാശ പരികർമ്മം ചെയ്യുന്നത്? ഇപ്പോൾ സഭ ആണ് കൂദാശ പരികർമ്മം ചെയ്യുന്നത്. യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യം. നമ്മൾ കഴിഞ്ഞല്ലേ, പുറകോട്ടാകും. ഇത് നമ്മൾ നേരത്തെ കണ്ട വാക്യം തന്നെയാണ്. കാറ്റിനെ വീണ്ടും നമ്മൾ കാണുകയാണ്. ദ വേർഡ് ട്രാൻസ്ലേറ്റഡ് വിൻഡ് ഈസ് ദ ഗ്രീക്ക് വേർഡ് ന്യൂമ. അത് തന്നെ കാറ്റ് എന്ന് വേണമെങ്കിലും ആത്മാവ് എന്ന് വേണമെങ്കിലും കാണാം എന്ന് നമ്മൾ കണ്ടു. വളരെ ഒരു വേർഡ് പ്ലേ ആണെന്ന് നമ്മൾ കണ്ടു. അത് പല ബൈബിൾ പണ്ഡിതന്മാരും പറയുന്നത് ഗ്രീക്ക് ഭാഷയിൽ ഇത് വളരെ എളുപ്പമാണിത് പറഞ്ഞാൽ മനസ്സിലാക്കാൻ. ഈ ഒരേ വാക്കിന് തന്നെ ഈ രണ്ടർത്ഥവും വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ആ ഒരു അത്ര കൃത്യമായിട്ട് ഈ അർത്ഥം മനസ്സിലാകുകയില്ല എന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ ഒരു വേർഡ് പ്ലേ വീണ്ടും വരുന്നുണ്ട്. അത് ശബ്ദം എന്നുള്ളത്, സൗണ്ട്. അപ്പൊ ഈ സൗണ്ട് എന്നുള്ളതിന് യു ക്യാൻ ഹിയർ ഇറ്റ് സൗണ്ട് എന്ന് പറയുന്നത്, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, കാറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ അത് ലിറ്ററലി വോയിസ് എന്ന് പറയുന്ന, വോയിസ് എന്ന് പറയുന്നത് സൗണ്ട് അല്ലല്ലോ. നമുക്ക് ഇംഗ്ലീഷിൽ അത് തമ്മിൽ ഒന്നുപോലെ തോന്നുകയാണ്. വോയിസ് എന്നുള്ളതിനെ വേണമെങ്കിൽ സംസാരം എന്ന് വേണമെങ്കിൽ പറയാം. സംസാരിക്കുന്നത്, അതാണ് വോയിസ്. ഇപ്പോൾ എന്താ പറയുക, ഒരു
കാറ് പോകുന്ന വോയിസ് ഞാൻ കേട്ടു എന്ന് നമുക്ക് പറയത്തില്ല. കാറ് പോകുന്ന സൗണ്ടാണ് കേൾക്കുക. എന്നാൽ എൻ്റെ സഹോദരൻ സംസാരിച്ച വോയിസ് ഞാൻ കേട്ടു. അപ്പൊ ഇംഗ്ലീഷിൽ തമ്മിൽ ഭയങ്കര മാറ്റം. ഇവിടെ ഈ സൗണ്ട് എന്ന് പറയുമ്പോൾ ഈ രണ്ടർത്ഥവും ഇതേപോലെ വേർഡ് പ്ലേ നടത്താൻ പറ്റും ഗ്രീക്ക് ഭാഷയിൽ. അപ്പോ അങ്ങനെയാണ് എങ്കിൽ ഈ വോയിസ് എന്നതിനെ കാറ്റ് എന്നതിന്റെ അർത്ഥത്തിനോട് കൂട്ടിച്ചേർത്താണ് പറയുന്നത് എങ്കിൽ കാറ്റിന്റെ ശബ്ദം എന്ന് നമുക്ക് പറയാം. ആത്മാവ് എന്നതിനെ കുറിച്ചാണ് സംവദിക്കുന്നത് പറയുന്നത് എങ്കിൽ അപ്പോൾ വോയിസ് ആത്മാവിന്റെ ശബ്ദം, ആത്മാവ് പറയുന്ന ശബ്ദം എന്ന അർത്ഥത്തിൽ മാറുന്നു. ശബ്ദം എന്നാണ് രണ്ടിടത്തും ഉപയോഗിച്ച വാക്ക് എങ്കിലും ഒന്ന് സംസാരിക്കുന്നത് കേൾക്കുന്നതും മറ്റൊന്ന് എവിടെയോ ഉണ്ടായ ഒരു ശബ്ദം കേൾക്കുന്നതും തമ്മിലുള്ള മാറ്റം. അപ്പോ this coming of the Holy Spirit is not something that can be explained by man and yet it happens. നമുക്ക് മാനുഷികമായിട്ട് വിശദീകരിക്കാൻ സാധിക്കുന്നതേ അല്ല ഈ ആത്മാവിന്റെ വരവ്, പക്ഷേ അത് സംഭവിക്കുന്നു. നല്ല ശ്രദ്ധിച്ചിരുന്നാൽ അതിന്റെ വലിയ മനോഹരമായ അർത്ഥതലങ്ങൾ മനസ്സിലാകും. ഇതൊക്കെ വിശദീകരിക്കാൻ പാടില്ല യഥാർത്ഥത്തിൽ, കാരണം വിശദീകരിക്കും തോറും അതിന്റെ സൗകുമാര്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുക. നമ്മളതിനെ ധ്യാനിച്ച് കണ്ടുപിടിക്കേണ്ട അർത്ഥങ്ങളാണിത്. This coming of the Holy Spirit is not something that can be explained by man and yet it happens. The wind cannot be seen but its sound can be heard. കാറ്റിനെ കാണാൻ പറ്റില്ല, പക്ഷേ അതിന്റെ ശബ്ദം കേൾക്കാൻ പറ്റും. The spirit cannot be seen but the spirit's voice is heard in the hearts of those who have been regenerated by the spirit's gift of new life, new birth. ആത്മാവിനെയും കാണാൻ പറ്റില്ല, പക്ഷേ ആത്മാവിന്റെ ശബ്ദം, ആത്മാവിനാൽ ആര് പുനർജനിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്ക് കേൾക്കാൻ സാധിക്കും, അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര മനോഹരമായിട്ടാണ് അത് തന്നിരിക്കുന്നത് ആലോചിച്ച് നോക്കിയേ. എപ്പോഴാണ് ഈ ആത്മാവിലുള്ള പുനർജനനം മനുഷ്യന് നൽകപ്പെടുക? ഈശോയുടെ ശിഷ്യന്മാര് ജലത്താലും പരിശുദ്ധാത്മാവിനാലും ഈശോ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മാമോദീസ നൽകി തുടങ്ങുമോ? അത് നമുക്ക് വലിയ വിഷമമുള്ള ചോദ്യമല്ല. അതായത് ഈശോ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ശിഷ്യന്മാര് ജലത്താലും പരിശുദ്ധാത്മാവിനാലുമുള്ള ജ്ഞാനസ്നാനം നൽകിക്കൊണ്ടിരുന്നു? ഇല്ല. എന്തുകൊണ്ടാണത്? വളരെ ഈസിയാണ് മനസ്സിലാക്കാൻ. ആലോചിച്ചാൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. യോഹന്നാൻ 3:14-16 കുറച്ചുകൂടെ വിശദീകരിക്കുന്നുണ്ട്. The begetting through the Spirit will be the supernatural event that will come through Jesus when he has been lifted up in crucifixion and resurrection. ഈശോ പീഡ അനുഭവിക്കുകയും കുരിശിൽ തൂക്കപ്പെടുകയും മരിച്ചടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്യപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് ജലത്താലും ആത്മാവിനാലുമുള്ള മാമോദീസ ദൈവപുത്ര സ്ഥാനത്തേക്ക് നമ്മളെ ഉയർത്തുവാൻ പര്യാപ്തമായ ശക്തമായ ഒരു 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 ആക്റ്റായിട്ട് മാറുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പഠിക്കുന്നുണ്ട്. ഉത്ഥാനത്തിന് ശേഷം ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ പിതാവ് നിങ്ങളുടെയും പിതാവാണ്. ഉത്ഥാനത്തിന് ശേഷം ഈശോ അവരോട് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ പിതാവ് നിങ്ങളുടെയും പിതാവാണ്. അതുവരെ നമ്മളായിട്ടില്ല. അതായത് ഈ പറഞ്ഞ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈശോയുടെ ഉത്ഥാനത്തോടെയാണ്. കാരണം അവൻ അവരുടെ മേൽ ആത്മാവിനെ ഊതി, ബ്രീത്ത്സ് ഓൺ ദം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓർമ്മിക്കേണ്ടത്, ഈ ഗ്രീക്ക് അർത്ഥത്തിൽ ഉള്ള ഭാഷയുടെ ഉപയോഗ അർത്ഥത്തിലുള്ള ന്യൂമ, ഹെബ്രായ ഭാഷയിൽ റുവ എന്ന് പറയുന്ന, അതിന് കാറ്റ് എന്നും നിശ്വാസം എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഈ യേശു അവരുടെ മേൽ നിശ്വസിച്ചപ്പോൾ അവരെ ഈ പരിശുദ്ധാത്മാവിനാൽ പുനർജനിക്കപ്പെട്ടു, പുനർസൃഷ്ടികളായിട്ട് മാറി. അവരുടെ മാമോദീസ എന്നത് their baptism in the spirit, ആത്മാവിലുള്ള അവരുടെ മാമോദീസ സംഭവിക്കുന്നത് അവർക്ക് മാത്രമല്ല, സഭയ്ക്കും നൽകുന്നത്. സെഹ്യോൻ മാളികയിൽ അവര് ആ അപ്പർ റൂമിലായിരിക്കുമ്പോൾ, മേൽമുറിയിലായിരിക്കുമ്പോൾ ഉണ്ടായ അഗ്നിനാളങ്ങളോട് കൂടി വന്ന പെന്തക്കുസ്തായിലെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിലാണ്. നമ്മൾ ഈ പറഞ്ഞ ഇതിനൊക്കെ നേരത്തെ നമ്മൾ ടൈറ്റസിനെ നേരത്തെ റെഫർ ചെയ്തിരുന്നു. അതാണ് കോട്ടഡ് എബവ്. എന്താണ് സെന്റ് പോള് നമ്മളോട് പറയുന്ന, അത് പെട്ടെന്ന് വായിക്കാം, വായിച്ചു പോകുന്നത് നല്ലതാണെന്ന് മാത്രം.
But when the kindness and the love of God, our Savior, for humanity were revealed, it was not because of any upright actions we had done ourselves. നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു പുണ്യപ്രവൃത്തിയെ പ്രതി അല്ല. നോക്കട്ടെ, അതിൻ്റെ സത്യവേദ പുസ്തകത്തിലെ സമയം കുറച്ചെടുക്കുമെന്ന് തോന്നുന്നു, എടുത്ത് വരണല്ലേ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദൈവം മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാൽ അല്ല, തൻ്റെ കരുണ പ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ ഈ വചനം വിശ്വാസയോഗ്യമാണ്. അത് നേരത്തെ കണ്ട ആ സംഗതിയാണ് അത്. അപ്പൊ ഇത് നമുക്ക് വിശ്വസിക്കാവുന്ന സംഗതി. ഈ സെന്റ് പോള് ഇതിനെക്കുറിച്ച് വീണ്ടും പറയുന്നു. നമ്മൾ നേരത്തെ റെഫർ ചെയ്ത സംഗതി, നമുക്ക് സമയം നമ്മൾ താമസിച്ചു പോയതുകൊണ്ട് ആ വിശദീകരണത്തിലേക്ക് പോകണമെന്ന് എനിക്ക് അറിയത്തില്ല. അതാണ് പുനർജനനം ആവശ്യമുണ്ട്. ആത്യന്തികമായിട്ട് ഇങ്ങനെ പറയാം, പുനർജനനം ആവശ്യമുണ്ട്. പുനർജനനം സംഭവിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണം, പീഡാനുഭവം, ഉത്ഥാനം ഇവയാലാണ്. പുനർജനനം എന്നുള്ളത് മുകളിൽ നിന്നുള്ള ജനനമാണ്. പരിശുദ്ധാത്മാവാണ് ഈ പുനർജനനത്തെ സാധ്യമാക്കുന്നത്. Please note, a profession of faith does not replace water baptism as the necessary spiritual rebirth into the family of God. സാധാരണമായി പറയുമ്പോൾ ഒരു വിശ്വാസ പ്രകരണം ജലത്താലും പരിശുദ്ധാത്മാവിനാലുമുള്ള മാമോദീസായ്ക്ക് പകരമാകുന്നില്ല. Baptism by water and the Spirit is more than a Christian initiation rite. It is a supernatural life altering event. നമ്മളുടെ ഈ ക്ലാസിന്റെ മുഴുവൻ ആറ്റി കുറുക്കി എടുത്താൽ ഈ ഒരു വാചകം ആയിരിക്കണം അതിന്റെ കേന്ദ്ര ബിന്ദു. ആ ബാപ്റ്റിസം എന്നുള്ള സംഗതിയെക്കുറിച്ച് മാത്രമല്ല, അവിടെ സംഭവിക്കുന്ന എന്താണ് എന്നുള്ളതിനെ കുറിച്ച്. ജലത്താലും പരിശുദ്ധാത്മാവിനാലുമുള്ള മാമോദീസ എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മളെ അങ്ങ് കൈപിടിച്ച് കടത്തുന്ന ഒരു ഇനീഷ്യേഷൻ റൈറ്റ് അല്ല, അതായത് ഒരു സത്യപ്രതിജ്ഞയല്ല. നിങ്ങൾക്കൊരു പുതിയ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ഒരു സത്യപ്രതിജ്ഞ നടത്തിക്കൊണ്ട് ആ ജോലിയിൽ പ്രവേശിക്കുന്നത് പോലെയോ, അതല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഒരു രാജ്യത്തിന്റെ പൗരത്വം എടുക്കുമ്പോൾ അതിന്റെ ആ രാജ്യത്തിന്റെ അവരുടെ ഒരു സത്യപ്രതിജ്ഞ ഉണ്ടല്ലോ, അത് നടത്തുന്നത് പോലെയൊന്നും അല്ല. ഇതൊരു നാച്ചുറൽ സംഭവമേ അല്ല. ഇതൊരു ഭൗതികമായ ഒരു സംഭവം തന്നെയല്ല. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഇവന്റ് ആണ്. അവിടെ ഇതെന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെയാണ് ഈ മനുഷ്യൻ ഇതിൽ പങ്കുചേരുന്നത് എങ്കിലും തീർച്ചയായും അങ്ങനെയാണ്. അതിൻ്റെ ആ ഇന്റൻസിറ്റി ഒന്നും മനസ്സിലാക്കുക സാധ്യമല്ല. വലിയ ഒരു സംഭവം നടക്കുകയാണ്, അതിൽ ഭാഗഭാക്കാക്കുകയാണ്. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഇവന്റ് ആണ്. Faith is the first step in the process of salvation. 2 സ്റ്റെപ്പുകളാണുള്ളത് ഇതിനകത്ത്. ഒന്നാമത്തെ സ്റ്റെപ്പ് വിശ്വാസമാണ്. ഈ രക്ഷ എന്ന പ്രവർത്തനത്തിന് 2 സ്റ്റെപ്പുകളാണുള്ളത് എങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് വിശ്വാസമാണ്. രണ്ടാമത്തേതോ ആൻഡ് സബ്മിഷൻ ടു ക്രിസ്ത്യൻ ബാപ്റ്റിസം ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. ക്രൈസ്തവമായ ജലത്താലും പരിശുദ്ധാത്മാവിനുള്ള മാമോദീസായ്ക്ക് വിധേയപ്പെടുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. In what is a lifelong journey toward eternal salvation. For more, CCCയുടെ കുറേ റെഫറൻസുകൾ തന്നിട്ടുണ്ട്. നമുക്ക് ആ റെഫറൻസുകളിലേക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് പോകേണ്ട കാര്യമില്ല. നമുക്ക് പല പ്രാവശ്യം വിശദീകരിച്ച സംഗതികളായതുകൊണ്ട് നമുക്ക് അവിടേക്ക് പോകാം. ഇനി അടുത്ത ഒരു ഭാഗം തുടങ്ങുകയാണ്. നമുക്ക് ഇന്ന് 8:15 ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നിർത്താം. ഇനി നമ്മൾ 9 മുതൽ 15 വരെയുള്ള ഒരു ഭാഗമാണ് തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നിർത്താം. എന്തെങ്കിലും സംശയങ്ങൾ ഇതുവരെയുള്ള കാര്യത്തെക്കുറിച്ച്